നിങ്ങൾ ഈ പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയും ഒക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ മിനിറ്റ്. ഇവിടെ ആർക്ക വ്യക്തികൾക്ക് എവിടെയാ? ഒരു മിനിറ്റ്. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ പിടിച്ച് ഇവിടെ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. സംഘടനാപരമായിട്ട് ബലമുണ്ടെങ്കിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പ് ജയിപ്പിക്കാൻ കഴിയുന്ന പാർട്ടിയല്ലേ ഇവർ? എന്തിനൊരു മന്ത്രിയെ പിടിച്ച് ചോദിക്കട്ടെ. അപ്പൊ വ്യക്തികൾക്ക് മാത്രമല്ല പ്രാധാന്യം, പാർട്ടിക്ക് പ്രാധാന്യം. ഞങ്ങൾ വരുന്ന ഓരോ ആളുകളെ സ്വീകരിക്കും. നാളുകളിൽ വരാൻ വേണ്ടി കാത്തിരിക്കും. ടോം വടക്കനും പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയും വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ നിന്ന് എത്ര ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്നു? അപ്പൊ അവരെന്തിനാ നിങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഇഡിയെ വിട്ട് പേടിപ്പിച്ചിട്ട് ഇന്നലെ കോൺഗ്രസിന്റെ മഹിളാ നേതാവ് പറഞ്ഞ എന്താ? കരുണാകരന്റെ മരുമോൻ അതെ പത്മജ വേണുഗോപാലിനെ ഇഡി ചോദ്യം ചെയ്യുന്നെന്ന്. അടിസ്ഥാനരഹിതമായ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത പത്മജ വേണുഗോപാലാണോ നിങ്ങളെ പാർട്ടി വരുന്നത്? ഫേസ്ബുക്കിൽ അഡ്മിൻ നോക്ക്. പത്മജ വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ അത്ര കൈകാര്യം ചെയ്യുന്ന ആളല്ല. അവർ കാലാകാലങ്ങളായി തൃശ്ശൂരിലൊരു KSUക്കാരനെയാണ് അവർ അഡ്മിനായി വെച്ചിരിക്കുന്നത്. അവർ ഇത്തരം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് രഹസ്യമായിരുന്നു. അവരുടെ സഹോദരൻ മുരളീധരൻ പോലും അത് അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ആ അഡ്മിനോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. അഡ്മിന്റെ കയ്യിൽ നിന്ന് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് പത്മജ വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്. പത്മജ വേണുഗോപാൽ, എനിക്ക് BJP എന്ന പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കറിയാവുന്നത് നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ മാത്രമാണ്. നരേന്ദ്രമോദിയുടെ വികസനം കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ വികസനം കണ്ടിട്ടാണ് വരുന്നത്. ഇന്ത്യയുടെ 2014 മുതൽ 2024 വരെയുള്ള കാലയളവെടുത്ത് പഠിച്ചാൽ വ്യക്തമായി കണക്കുകൾ എടുത്ത് പഠിച്ചാൽ എത്ര വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? കണക്കുകൾ എടുത്ത് പഠിക്കുക. എന്റെ എനിക്ക് ചോദിക്കാനുള്ളത്, കുരുക്ഷേത്രം പരിപാടി വാളയാറിന് ഇപ്പുറത്തായതുകൊണ്ട് BJPയോട് എനിക്ക് ഒന്നും ചോദിക്കാനില്ല. വാളയാറിന് ഇപ്പുറത്തായതുകൊണ്ട് എനിക്ക് അധികം താമസിക്കാതെ താങ്കളുടെ വാളയാറിന് അപ്പുറത്തായിരുന്നുവെങ്കിൽ കുരുക്ഷേത്രം വാളയാറിന് അപ്പുറത്തായിരുന്നുവെങ്കിൽ CPM-നോടും ചോദിക്കാനില്ല. വാളയാറിനപ്പുറത്ത് നിങ്ങൾ ഒന്നാണ്. വാളയാറിനപ്പുറത്ത് അരുൺകുമാർ